ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന മാങ്ങയുടെ അണ്ടി കൊണ്ടുള്ള ഒരു ഹൽവയാണ്. ഇതെൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ വെള്ളപ്പോൾ ഉണ്ടാക്കാറുള്ള ഒരു ഹൽവയാണ്. അന്നൊക്കെ അച്ഛമ്മ പറയായിരുന്നു ഇത് കഴിച്ചാൽ ഇടിവെട്ടേൽക്കില്ല എന്ന്. മാത്രമല്ല ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു ഹൽവയാണ്. അപ്പോൾ ഈ ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് മാങ്ങണ്ടിയാണ്. ഇതിങ്ങനെ വെച്ചിട്ട് മേലെ വെട്ടുകത്തിയുടെ ബാക്ക് കൊണ്ട് 2 തട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പൊളിഞ്ഞു വരും. അതിലൂടെ വെട്ടിയെടുക്കണം. മാങ്ങണ്ടി എടുക്കുമ്പോൾ നല്ല മൂത്തതും കഴമ്പുള്ളതുമായ അണ്ടി നോക്കി തന്നെ എടുക്കണം. എല്ലാതും നല്ലതാവണമെന്നൊന്നുമില്ല, ചിലതൊക്കെ കേടാവും. ഞാൻ മൂവാണ്ടമ്മാവിൻ്റെ അണ്ടിയാണ് അധികവും എടുത്തിട്ടുള്ളത്. ഇനി ഇത് കത്തി കൊണ്ട് കുത്തിയെടുക്കണം. ചെറിയ കേടൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം. ഇനി ഇതിൻ്റെ തോല് കത്തി കൊണ്ട് ചുരണ്ടി കളയണം. അങ്ങനെ എല്ലാതിൻ്റെയും തോല് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ തന്നെ വെട്ടിയെടുത്തതാണെങ്കിൽ ഇത് നല്ല വെള്ള കളറായിരിക്കും. ഇതിപ്പോൾ ഞാൻ 3-4 ദിവസമായിട്ടാണ് വെട്ടിയെടുത്തത്. അതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് മാറി ഇങ്ങനെ ഇരിക്കുന്നത്. കളറ് മാറിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് അരച്ച് കട്ട് കളഞ്ഞിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാ മാങ്ങണ്ടിയും നല്ലതാവണമെന്നൊന്നുമില്ല, ചിലതൊക്കെ കേടാവും. ഇതിപ്പോൾ ഏകദേശം ഒരു 700 ഗ്രാം ഉണ്ടാവും. ഇത് മിക്സിയിൽ അരച്ച് ഊറി വരുമ്പോൾ ഇതിൻ്റെ അളവ് കുറയും. അപ്പോൾ തന്നെ വെട്ടിയെടുത്ത് മിക്സിയിലടിച്ചതാണെങ്കിൽ വേഗം തന്നെ അരഞ്ഞ് കിട്ടും. ഇനി 3-4 ദിവസം ഇരുന്നതൊക്കെ ആണെങ്കിൽ കുറച്ച് ഡ്രൈ ആവുന്നതുകൊണ്ട് മിക്സിയിൽ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളതൊന്ന് ചതച്ചിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് 2-3 തവണയായിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഊറി വരാനായിട്ട് വെക്കണം. ഇത് ഊറി വരുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഊറിക്കിട്ടും. ഇങ്ങനെ ദിവസത്തിൽ 2-3 തവണ വെള്ളം മാറ്റി കൊടുക്കണം. ഇങ്ങനെ 2 ദിവസം വെച്ചാൽ മതി. ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തെളിവെള്ളം മാറ്റിയിട്ട് ഇതിൻ്റെ അടിയിൽ ഊറി വന്ന നൂറ് എങ്ങനെയാണ് എടുക്കണേന്ന് നോക്കാം. ഇനി കുണ്ടുള്ള ഒരു പാത്രത്തിന് മേലെ അരിപ്പ വെച്ചിട്ട് മേലെ ക്ലീൻ ചെയ്ത ഒരു വെള്ള തുണി വെച്ചിട്ട് അരിച്ചെടുക്കണം. അരിപ്പ വയ്ക്കണം എന്നൊന്നുമില്ല, അതൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ വെച്ചെന്നേ ഉള്ളൂ. തുണിയിൽ അരിച്ചെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. എന്നിട്ടിത് അലുവ ഉണ്ടാക്കാൻ പോകുന്ന ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് പിഴിഞ്ഞെടുത്ത വെള്ളത്തിൻ്റെ അടിയിൽ ഇനിയും ഊറി വരും. അതും കുറച്ച് കഴിഞ്ഞ് ഊറി വരുമ്പോൾ തെളി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം 500-600 ഗ്രാം ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകിച്ചൊരു കണക്ക് പറയാൻ പറ്റില്ല. മാങ്ങണ്ടിയുടെ നൂറനുസരിച്ചിരിക്കും ഇതിൻ്റെ അളവ്. നല്ല മാങ്ങണ്ടി ആണെങ്കിൽ നല്ല നൂറുണ്ടാവും. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 650 ഗ്രാം ശർക്കര, 1.5 മുറി നാളികേരം. ഇത് 200 ഗ്രാമിൻ്റെ ഗ്ലാസ്സിൽ 5 ഗ്ലാസ് ഉണ്ടാവും. ഇതൊക്കെയാണ് വേണ്ടത്. ഇനി നാളികേരം ചെറുകിയത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒരടി അടിച്ചെടുക്കാം. ഇങ്ങനെ 2-3 തവണയായിട്ട് അടിച്ചെടുക്കണം. അങ്ങനെ 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാല് 1.5 ഗ്ലാസ് വെള്ളമാണുള്ളത്. 2-ാം പാല് 7.5 ഗ്ലാസ് വെള്ളമാണുള്ളത്. ഇനി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കിയെടുക്കണം. ഇനി 2-ാം പാലിൽ നിന്നും കുറച്ച് പാലൊഴിച്ച് അരിപ്പൊടി ലൂസാക്കി എടുക്കണം. ഇനി ഹൽവ ഉണ്ടാക്കാനായിട്ട് ചീനച്ചട്ടിയിൽ മാങ്ങണ്ടിയുടെ നൂറിട്ട് വെച്ചിട്ടുണ്ട്.
അതിലേക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ലൂസാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് അരിപ്പൊടി കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ ഉരുക്കി വെച്ച ശർക്കരയും അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഫ്ലെയിം ഓണാക്കിയിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് കുറച്ച് വെള്ളത്തോടു കൂടി തന്നെ ഇരിക്കണം. ഒറ്റ തിളയാകുമ്പോഴേക്കും കുറുകി വരാൻ പാടില്ല. പിന്നെ മാങ്ങണ്ടിയുടെ നൂറ് തന്നെ നമുക്കൊരു കിണ്ണത്തപ്പം പോലെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാങ്ങണ്ടിയുടെ നൂറും ശർക്കരയും അരിപ്പൊടിയും നാളികേരപ്പാലും എല്ലാം കൂടി മിക്സ് ചെയ്ത കൂട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. എന്നിട്ടൊരു സ്റ്റീൽ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴും കിണ്ണത്തപ്പം പോലെ മുറിച്ചെടുത്ത് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ബബിൾസ് പോലെ വരുന്നുണ്ട്. ഇപ്പോൾ തീ കുറച്ചിട്ട് കൊടുക്കണം. ഈ സമയത്ത് ഇളക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് പൊട്ടിത്തെറിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇപ്പം ഇതിൻ്റെ പൊട്ടലൊക്കെ നിന്ന് ഒന്ന് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഏലക്കാപ്പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. പിന്നെ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തിടുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. ഞാനിതിലിപ്പോൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ഈ ഹൽവ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഒരുപാട് ഇളക്കി വരട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ചൊന്ന് വരണ്ട് വന്നാൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. മാങ്ങണ്ടി ഹൽവ കഴിച്ചാൽ ഇടിവെട്ടേൽക്കില്ല എന്നാണ് പണ്ടുള്ളവർ പറയാറുള്ളത്. ഇത്രയും ആയാൽ മതി. ഇതൊരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊരു പ്ലേറ്റിലേക്ക് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മുറിച്ച് വയ്ക്കാം. അപ്പോൾ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഹൽവയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.